മനുഷ്യർ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും പൂർണ്ണമായ വിധത്തിന് അറിയായിക നിമിത്തം പ്ലാൻ ചെയ്ത പദ്ധതികൾ എന്തായിത്തീരുമെന്ന ആശങ്ക അവരെ വല്ലാതെ അലട്ടാറുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൽ നാം വിശ്വസിച്ചിരിക്കുക കൊണ്ട് നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. തിരുവചനം പറയുന്നത് യിരെമ്യാവിന്റെ പുസ്തകം 29-11 ഐ നോ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. നിങ്ങൾക്കായുള്ള എൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നമ്മോടുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ നാം പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വരികയില്ല. സാരമില്ല, നമുക്ക് നമ്മുടെ പദ്ധതികളെക്കാൾ പദ്ധതികൾക്ക് രൂപം നൽകിയ ദൈവത്തെ നന്നായി അറിയാം. ആ ദൈവം വിശ്വസ്തനാണ്, എല്ലാം നന്നായി ആവിഷ്കരിക്കുന്നവനും എല്ലാം ഭംഗിയായി ചെയ്ത് അവസാനിപ്പിക്കുന്നവനുമാണ്. നമ്മെ നിരാശയുടെ പടുകുഴിയിലെത്തിക്കുന്നതോ നമ്മുടെ തല കുനിയിപ്പിക്കുന്നതോ ആയ പ്ലാനുകളല്ല ദൈവം നമുക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത്. പകരം നമ്മുടെ നന്മയ്ക്കും നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിനും നമ്മുടെ സന്തോഷത്തിനുമായി ദൈവം ഒരുക്കുന്നവയത്രയവ. നിങ്ങൾക്കായുള്ള എൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാമെന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കറിയാത്തത് ദൈവത്തിനറിയാം എന്നവൻ പറയുന്നു. നമ്മുടെയൊക്കെ അറിവിന് പരിമിതികളുള്ളപ്പോൾ സർവജ്ഞാനിയായ ദൈവം കാലത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള നമ്മുടെ എല്ലാവരുടെയും വലിയ ചിത്രം നന്നായി കാണുന്നു, നന്നായി അറിയുന്നു. സർവജ്ഞാനിയായ ദൈവം എല്ലാം അറിയുന്നു എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയെങ്കിൽ, സർവശക്തിയായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു ശുഭഭാവി പ്രത്യാശിക്കുവാനായിട്ടാണ്. ശുഭഭാവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനപ്പെരുപ്പത്തിൻ്റെയോ മറ്റ് സാമ്പത്തിക ലാഭത്തിൻ്റെയോ ജീവിതാനുഭവമെന്നല്ല. പകരം എ ലൈഫ് ഫ്രീ ഓഫ് ബാഡ് ആൻഡ് ഫുൾ ഓഫ് ഗോഡ്. തിന്മയില്ലാത്തതും നന്മ നിറഞ്ഞതുമായ ഒരു ജീവിതം എന്നാണ്. നന്മ എന്ന് കേൾക്കുമ്പോൾ അതിലേക്കുള്ള നമ്മുടെ വീക്ഷണം ദൈവദത്തമായിരിക്കണം. നന്മയ്ക്കായുള്ള നമ്മുടെ ആഗ്രഹം നമ്മെ കൂടുതൽ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വിശാലമായ വീക്ഷണമില്ലാതെ നന്മയെക്കുറിച്ചുള്ള നമ്മുടെ മാനുഷികമായ നിർവചനത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നാം നിരാശയിലേക്ക് വീഴുകയും ദൈവത്തിൻ്റെ നന്മയുടെ പ്രകടനം കാണാതിരിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മിൽ രൂപകൽപ്പന ചെയ്ത നന്മ മാത്രം നമുക്ക് പ്രത്യാശിക്കാം. യേശു കർത്താവ് നമുക്ക് തന്ന വാഗ്ദാനമത്രേ. മത്തായിയുടെ സുവിശേഷം 7-11 സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് അധികം നന്മ കൊടുക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.